ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ ഇന്നൊരു ഡ്രീം കേക്കിന്റെ വീഡിയോ ആയിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോന്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കമന്റ് ആയിരുന്നു ഡ്രീം കേക്ക് ട്രൈ ചെയ്യാൻ. നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. വീഡിയോ എത്തിയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അതിന് ഒരുപാട് പേര് കാണുന്നത് ലൈക്കും കൂടെ ചെയ്തേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും കമന്റും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കേക്ക് സ്പഞ്ച് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 പാക്കറ്റ് 10 രൂപയുടെ ഓറിയോ ബിസ്ക്കറ്റ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിലേക്ക് ആവശ്യത്തിന് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എയർ ബബിൾസും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ കുറച്ച് ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്. എല്ലാ ഏരിയസിലും കാര്യങ്ങളൊക്കെ ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല. ഞാൻ മുമ്പ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലായിരുന്നു കേട്ടോ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ കറക്റ്റ് നമ്മുടെ കേക്കായിട്ട് കിട്ടുമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ. നമുക്ക് വേണ്ട ഒരു ഐറ്റാണ് ഡയറി മിൽക്കും അതുപോലെ തന്നെ മിൽക്കി ബാറും. ഞാൻ അവിടെ ചെറിയ പാക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും കൂടെ വേണം. സ്റ്റെപ്പ് വെച്ച് നമ്മുടെ കേക്ക് സ്പഞ്ച് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ സിറപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ബേക്ക് ചെയ്ത സെയിം ബൗൾ തന്നെയായിട്ട് അത് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഷുഗർ സിറപ്പും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അറ്റ് ദി സെയിം ടൈം നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് ഡയറി മിൽക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെൽറ്റ് ചെയ്ത ഡയറി മിൽക്കിലേക്ക് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാണ് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മേലെ ഈ ഒരു മിക്സ് ആയിട്ട് ഒഴിക്കുന്നത് നമ്മുടെ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീമും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് മേലെ കേട്ടോ. എന്നിട്ട് നമ്മളൊരു 10 അല്ല ഒരു 30 മിനിറ്റാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. പക്ഷേ ഞാനൊരു 10 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റോ 30 മിനിറ്റോ അറ്റ് ദി സെയിം ടൈം നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഇട്ടിരുന്നു. നമ്മൾ ഡയറി മിൽക്ക് എങ്ങനെയാണോ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്ത് അതുപോലെ തന്നെ നമുക്ക് മിൽക്കി ബാർ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്ത മിൽക്കി ബാറിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മുടെ മിൽക്കി ബാറിലും ഡയറി മിൽക്കിലും അത്യാവശ്യം മധുരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേറൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഷുഗർ ആഡ് ചെയ്യുന്നത് തികച്ചും നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ 30 മിനിറ്റ് സെറ്റ് ആക്കി വെച്ചത് ഞാൻ 10 മിനിറ്റ് വെച്ചിട്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു ഇതായിട്ടത് കാണുന്നത്. നമ്മുടെ മിൽക്കി ബാറിൻ്റെ മിക്സും കൂടെ നല്ല രീതിയിൽ ഒഴിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അത് എല്ലായിടത്തും സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ബൂസ്റ്റ് പൊടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബൂസ്റ്റ് പൊടി ഇട്ടാൽ അതൊന്ന് കംപ്ലീറ്റ് ആയി കിട്ടുള്ളൂ. കറക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡ്രീം കേക്കാണ്. നിങ്ങൾ ഒറിജിനൽ ഡ്രീം കേക്ക് വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ഐറ്റവും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം. ഭയങ്കര സിമ്പിളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള ഒരു ഡ്രീം കേക്കാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ബൂസ്റ്റ് പൊടിയും കൂടെ ഇട്ട് നമ്മൾ വീണ്ടും ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് റിവ്യൂ നോക്കാം. ഈ ഒരു ഡ്രീം കേക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്ര അടിപൊളിയായിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രീം കേക്കാണ്. നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഒറിജിനൽ ഡ്രീം കേക്കിനെ വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട് ഇതിന്. കാരണം ഒറിജിനൽ ഡ്രീം കേക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കാം, പക്ഷേ ഈ ഒരു ഡ്രീം കേക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കാം. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഡ്രീം കേക്ക് തന്നെ കേട്ടോ അത്. പക്ഷേ ഒറിജിനൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒറിജിനൽ അല്ല, അത്രേ ഉള്ളൂ കേട്ടോ ഡിഫറൻസും കാര്യങ്ങളും. പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കുന്നുണ്ട്, അത്രയ്ക്കൊന്നുമില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല സ്വീറ്റ്നസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണ്. എനിക്ക് നോർമലി സ്പൈസി ഫുഡാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് കേക്ക് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഈ ഡ്രീം കേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ ടൈം ഫ്രീസറിൽ വെക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ക്രീമി ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ആണെങ്കിലും അടിപൊളിയാണ്. നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ആ കേക്ക് എന്ന് പോലും പറയില്ല, അത്ര അടിപൊളി ടേസ്റ്റ് ആയിട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കഴിച്ച് തുടങ്ങിയതായിരുന്നു. പക്ഷേ കഴിച്ച് നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യം കണ്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്നും ഇരുന്നൊക്കെ ഞാൻ കഴിക്കൽ തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റി സ്വീറ്റ് ആയിട്ടാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റാണ്. ഇങ്ങനെ കഴിച്ചതോടെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ്. സോ ബൈ.